മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുമ്പിലേക്ക് വന്നാൽ ഈ കൺവെൻഷൻ ആശീർവാദം കഴിഞ്ഞിട്ട് അത്യാവശ്യം നിങ്ങളെല്ലാം പെട്ടെന്ന് വീട്ടിൽ പോകണം. വളരെ അത്യാവശ്യം വലിയ രോഗികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിൽക്കണ്ട, ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് അത്യാവശ്യം രോഗപീഠ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉള്ള ആളുകൾ മക്കൾ നിന്നാൽ ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. ഇതാണ് നമുക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം, നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ദൈവം ഇറങ്ങി അത്ഭുതം പ്രവർത്തിക്കും. നന്നായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി അത്ഭുതം പ്രവർത്തിക്കും. എനിക്ക് കഴിഞ്ഞ 13 വർഷം ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. കഴിഞ്ഞ 13 വർഷത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് പറയാനുള്ളത് 10,000-കണക്കിന് മനുഷ്യരുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും ദൈവസ്നേഹം കൊണ്ട് നിറയുന്നതും മാനസാന്തരം വരുന്നതും ഇഷ്ടംപോലെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് ഈ പുതുകുന്ന് ദേവാലയത്തിൽ കർത്താവ് അവിടുത്തെ പ്രവൃത്തി നിർവഹിക്കുകയാണ്. ഇന്ന് ദൈവം ജീവിതങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. കർത്താവ് വഴി തുറക്കുകയാണ്. മക്കളെ, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ്. നന്നായിട്ട് ദൈവവചനം ശ്രദ്ധിച്ച ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ആരെയും നിങ്ങൾ ശ്രദ്ധിക്കരുത്, മറ്റുള്ളവരെ ഒന്നും നിങ്ങൾ നോക്കരുത്, ചുറ്റും നിൽക്കുന്നവരെ ശ്രദ്ധിക്കരുത്. നിങ്ങൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും. വേറെ ആരെയും നോക്കരുത്. കണ്ണടച്ച് ഈ പ്രാർത്ഥന അവസാനിപ്പിച്ച് ഞാൻ ഇരിക്കാൻ പറയുന്നത് വരെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ദേശത്തെയും ഈ ആലയത്തെയും ഈ ആലയത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മക്കളെ, 4 ദിക്കുകളിൽ വസിക്കുന്ന കുടുംബങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവിന്റെ ശക്തി ഇറങ്ങി വരണമേ. വാഗ്ദാനങ്ങളിൽ അങ്ങ് വിശ്വസ്തനാണ്. അങ്ങ് അരുളി ചെയ്തത് സംഭവിക്കും. ജെറമിയ, നീ എന്ത് കാണുന്നു? ജാഗ്രതാവൃക്ഷത്തിന്റെ ശാഖ, നീ കണ്ടത് ശരിയാണ്. ഞാൻ അരുളി ചെയ്ത വചനങ്ങൾ പൂർത്തിയാക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്. കർത്താവെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും അങ്ങയുടെ വാക്കുകൾക്ക് മാറ്റമില്ല. ആകാശം പഴകിപ്പോയാലും ഭൂമി ചുരുണ്ട് അപ്രത്യക്ഷമായാലും അങ്ങയുടെ വചനങ്ങൾക്ക് മാറ്റം വരില്ല. അങ്ങ് അരുളി ചെയ്തു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അങ്ങ് അരുളി ചെയ്തു, മരുന്നോ ലേപനമോ അല്ല, അങ്ങയുടെ വചനം ഇറങ്ങി സൗഖ്യപ്പെടുത്തും. മത്തായി 8:16 അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തി എന്നങ്ങ് അരുളി ചെയ്തു. കർത്താവെ, ലൂക്കാ 5:17 നീ അരുളി ചെയ്തു, രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അങ്ങയുടെ ശരീരത്തിനുണ്ടായിരുന്നു. ആ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ലൂക്കാ 6:19 അവിടുത്തെ വചനം അരുളി ചെയ്യുന്നു, ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. കർത്താവെ, മക്കളുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ, ദാമ്പത്യത്തെ, ഭാര്യാഭർത്തൃ ബന്ധത്തെ, മാതാപിതാക്കളെ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, വരുമാന മാർഗങ്ങളെ, ദാരിദ്ര്യത്തെ, കടബാധ്യതകളെ, രോഗപീഠകളെ, തടസ്സങ്ങളെ, പ്രതിബന്ധങ്ങളെ, പ്രതികൂലങ്ങളെ കർത്താവ് ഈ രാത്രിയിൽ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടണമേ.